ചെഗുവേരയ്ക്കും ബിൽ ക്ലിൻ്റനും ബറാക്ക് ഒബാമയ്ക്കും നമ്മൾ അറിയാതിരുന്ന എന്തെങ്കിലും ബന്ധമുണ്ട് ഇവർ തമ്മിൽ? ഡബ്ലിൻ വേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബബ്ലു. കൗണ്ടി കെറിയിൽ നിന്നുള്ള വിനോദയാത്രയ്ക്ക് ശേഷം ഡബ്ലിനിലേക്കുള്ള യാത്രയിൽ പാതി വഴിയായപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് വിശ്രമിച്ചിട്ട് പോകാമെന്ന് കരുതി നിർത്തിയതാണ്. നിർത്തിയതിന് ശേഷമാണ് മനസ്സിലായത് ഇത് കൗണ്ടി ടിപ്പറിയിലെ ബറാക്ക് ഒബാമ പ്ലാസയാണെന്ന്. ഈ ഒരു പ്ലാസയ്ക്ക് മുൻവശത്ത് ബറാക്ക് ഒബാമയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മിഷേൽ ഒബാമയുടെയും ഒരു വെങ്കല പ്രതിമയെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സവിശേഷത എന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. ബറാക്ക് ഒബാമ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് 2011 മെയ് മാസം 23 അദ്ദേഹം ഈ ഒരു സ്ഥലം സന്ദർശിക്കുകയും ആ സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു പ്ലാസ ഇവിടെ നിർമ്മിച്ചതെന്നുമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ പ്ലാസയുടെ നിർമ്മാണത്തിന് 7 മില്യൺ യൂറോയാണ് ചിലവായിട്ടുള്ളത്. 2014 മെയ് 30 ഇത് ഓപ്പൺ ആയത്. ഇതിന് മുകളിൽ തന്നെ രണ്ടാമത്തെ നിലയിൽ ഒബാമ മ്യൂസിയം ഉണ്ട് കേട്ടോ. ഈ പ്ലാസയുടെ ഉടമസ്ഥരെന്ന് പറഞ്ഞാൽ പാറ്റ് മക്ഡൊണാഗും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഊന മക്ഡൊണാഗുമാണ്. 19-ാം നൂറ്റാണ്ടിൽ അയർലൻഡിലെ കൗണ്ടി ഒഫാലിയിലെ മനികളിൽ നിന്നാണ് ഒബാമയുടെ ഗ്രാൻഡ് ഫാദർ, അതായത് 2-3 തലമുറകൾക്ക് മുന്നേയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആൻസിസ്റ്റർ ഇവിടെ നിന്ന് 1850 US കുടിയേറിയത്. ഏറെ ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. അത് 46 പ്രസിഡൻറ്റുമാരുണ്ട് ഇതുവരെയും US-ന്. അതിൽ 23 പേർക്കും അയർലൻഡിൽ നിന്നുള്ള ഒരു പൂർവ്വ പിതാവിൻ്റെ രക്തം ഉണ്ട് എന്നുള്ളതാണ്. നമ്മളറിയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള പല അമേരിക്കൻ പ്രസിഡൻറ്റുമാർക്കും അയർലൻഡുമായിട്ട് ബന്ധമുണ്ട്. ജോൺ എഫ് കെന്നഡി, റിച്ചാർഡ് നിക്സൺ, റൊണാൾഡ് റീഗൻ, ബിൽ ക്ലിൻ്റൺ, ജോർജ് W. ബുഷ് 1-നും 2-നും, പിന്നെ ബറാക്ക് ഒബാമ, ജോ ബൈഡൻ. ഇവരൊക്കെ വളരെ ഫേമസ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അമേരിക്കൻ പ്രസിഡൻറ്റുമാരാണ്. ഇതല്ലാതെ ഒരുപാടധികം ആളുകളുണ്ട്. 1820 മുതൽ 1860 വരെ 2 ദശലക്ഷം ഐറിഷുകാരാണ് യുണൈറ്റഡ് സ്റ്റേറ്റിലെത്തിയത്. ഇവരിൽ 75% പേരും 1845 മുതൽ 1852 വരെ ഇവിടെ അയർലൻഡിലുണ്ടായിരുന്ന ഒരു ഗ്രേറ്റ് ഹങ്കർ എന്ന് പറയപ്പെടുന്ന വലിയൊരു ക്ഷാമം നേരിട്ടിരുന്നു. ആ ഒരു സമയത്താണ് അവിടത്തേക്ക് കുടിയേറി പാർത്തത്. ഈ ഐറിഷ് കുടിയേറ്റം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ സംസ്കാരത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ശരിക്കും 2013 അമേരിക്കൻ കമ്മ്യൂണിറ്റി സർവേയിലെ ഏകദേശം അമേരിക്കക്കാരുടെ ജനസംഖ്യ 33.3 ദശലക്ഷമായിരുന്നു. അതിൽ 10.5% ഐറിഷ് വംശജരായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ട്. കുടിയേറി പാർത്ത ഐറിഷുകാർ അമേരിക്കയിലേക്ക് പുതിയ ആഘോഷങ്ങളും കൊണ്ടുവന്നു. വളരെ പഴയ കെൽറ്റിക് ഗാലിക് ഉത്സവമായിട്ടുള്ള സംഹയിൽ നിന്നാണ് ഹലോവിൻ ഉണ്ടായെന്നാണ് കരുതപ്പെടുന്നത്. അതായത് ഫെസ്റ്റിവൽ ആയിരുന്നു. അത് ഹാർവസ്റ്റ് സീസണിന് ശേഷവും വിൻ്ററിന് മുന്നേ ആയിട്ടുള്ള ഒരു ആഘോഷമായിരുന്നു അത്. 1918 മുതൽ 1919 വരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിക്ക് അയർലൻഡിൽ 5 US നേവൽ എയർ സ്റ്റേഷനുകളുണ്ടായിരുന്നു. ഒബാമയുടെ മ്യൂസിയത്തിലേക്ക് കയറുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഹാഫ് പോർഷനിലുള്ള ഒരു വെങ്കല പ്രതിമ ഒരു ഗ്ലാസ് ബോക്സിൽ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പുസ്തകങ്ങൾ, പല ചിഹ്നങ്ങൾ, പല പോസ്റ്ററുകൾ ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുകയും ചെയ്യും. ഇത് ഒബാമയുടെ മ്യൂസിയം എന്നൊന്നല്ല എനിക്ക് പറയേണ്ടിയിരിക്കുന്നത്. അയർലൻഡും അമേരിക്കയും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ, ഊഷ്മളമായ ബന്ധത്തിൻ്റെ ഒരു സ്മാരകശില എന്ന രീതിയിലാണ് ഇതിനെ കാണാനാവുക. അയർലൻഡിൽ നിന്നും കുടിയേറി പാർത്തവരിൽ ഇത്രയും പ്രശസ്തരായ അമേരിക്കൻ പ്രസിഡൻറ്റുമാർ മാത്രമല്ല, ലോകത്തിൻ്റെ പല കോണുകളിൽ പല രീതിയിൽ പ്രശസ്തരായവരുമുണ്ട്.
1842 കാനഡയിലേക്ക് കുടിയേറിയിട്ടുള്ള തോമസ് ഡാഴ്സി മഗ്ഗി, അദ്ദേഹം ഫാദർ ഓഫ് കനേഡിയൻ കോൺഫെഡറേഷൻ എന്നാണ് അറിയപ്പെട്ടത്. പിന്നീട് ഫോർഡ് കാറിൻ്റെ ഉപജ്ഞാതാവായിരുന്ന ഹെൻറി ഫോർഡിൻ്റെ മുൻതലമുറക്കാരനായിട്ടുള്ള വില്യം ഫോർഡ് 1846 കോർക്ക് കൗണ്ടിയിൽ നിന്നാണ് അമേരിക്കയിലേക്ക് എത്തിയത്. മുഹമ്മദ് അലി എന്ന് നമ്മളെല്ലാവരും അറിയുന്ന കാഷ്യസ് ക്ലേയുടെ മുതുമുത്തച്ഛനും അയർലൻഡിൽ നിന്നുള്ളതാണ്. അർജൻറ്റീനയുടെ കാര്യം പറയുകയാണെങ്കിൽ വില്യം ബ്രൗൺ, അദ്ദേഹം 1777 അയർലൻഡിലെ കൗണ്ടി മയോയിൽ ജനിച്ച മനുഷ്യനാണ്. അദ്ദേഹം ഫാദർ ഓഫ് ദ അർജൻറ്റീനിയൻ നേവി എന്നാണ് അറിയപ്പെടുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ചെഗുവേര, അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാക്കന്മാരും അയർലൻഡിൽ നിന്നും കുടിയേറി പാർത്തവരാണ്. ബ്രിട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷോൺ കോണറി, അദ്ദേഹം അക്കാഡമി അവാർഡ് വിന്നറാണ്. അതുപോലെ തന്നെ ജെയിംസ് ബോണ്ട് സിനിമകളിലെ ആദ്യത്തെ നായകനുമാണ്. പ്രിൻസസ് ഡയാന, അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാക്കന്മാർ നോർത്തേൺ അയർലൻഡിൽ നിന്നുള്ളതായിരുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ജോൺ മക്ബ്രൈഡ്, അതുമാത്രമല്ല ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ നെഡ് കെലി, അദ്ദേഹം ഒരേ സമയം നായകനും ഒരേ സമയം വില്ലനുമാണ്. അതുപോലെ തന്നെ ന്യൂസിലാൻഡിലെ നമുക്ക് ഏറ്റവും എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്, നമ്മൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം കൂടി അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. എഡ്മണ്ട് ഹിലാരി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. മൗണ്ട് എവറസ്റ്റ് ആദ്യമായിട്ട് ക്ലൈംബ് ചെയ്തത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞ അമേരിക്കൻ 46 പ്രസിഡൻറ്റുമാരിൽ 23 ഐറിഷ് ആൻസിസ്റ്റേഴ്സിലുള്ള പ്രസിഡൻറ്റുമാരുടെ ഡീറ്റെയിൽസും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അയർലൻഡുമായിട്ട് ജോൺ എഫ് കെന്നഡിക്ക് മുന്നേ പല പ്രസിഡൻറ്റുമാർക്കും ബന്ധമുണ്ടെങ്കിലും ആദ്യമായിട്ട് പ്രസിഡൻറ്റ് പദത്തിലിരുന്നിട്ട് അയർലൻഡിലേക്ക് സഞ്ചരിച്ച ആദ്യത്തെ പ്രസിഡൻറ്റും ജോൺ എഫ് കെന്നഡി ആയിരുന്നു. ആയിരത്തി 1758 ജനിച്ച ജെയിംസ് ഹോബൻ എന്ന ഐറിഷ് വ്യക്തിയാണ് വൈറ്റ് ഹൗസിൻ്റെ ആർക്കിടെക്റ്റ്. പ്രസിഡന്റ് ഒബാമയുടെ പിതാവ് കെനിയക്കാരൻ തന്നെയായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ മാതാവ് വെള്ളക്കാരിയായിരുന്നു. ഒബാമയ്ക്ക് അമ്മ വഴിയാണ് അയർലൻഡുമായിട്ട് ബന്ധമുള്ളത്. അയർലൻഡിലേക്ക് ഒബാമ വന്ന വീഡിയോ എപ്പോഴും അവിടെ ഒരു ടി വിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വിമാനം ഇറങ്ങുന്ന സമയം മുതലുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും. അയർലൻഡിൽ വന്നതിന് ശേഷം ക്യാപിറ്റലായിട്ടുള്ള ഡബ്ലിനിൽ വെച്ചിട്ട് ഐറിഷുകാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. Hello, Ireland. My name is Barack Obama of the Moneygall Obamas. And I've come home to find the apostrophe that we lost somewhere along the way. Now, is that where it is? Some wise Irish man or woman once said that broken Irish is better than clever English. So here goes. To Áthis Odom Vein Eden. I am happy to be in Ireland. I'm happy to be with so many Accordia.
അയർലൻഡിൻ്റെ ചരിത്രത്തിന് സെൻറ്റ് പാട്രിക്കിനെ മാറ്റി നിർത്താനാവുകയില്ല. ബ്രിട്ടീഷുകാരനായിരുന്ന സെൻറ്റ് പാട്രിക്കിനെ അദ്ദേഹത്തിൻ്റെ 16-ാമത്തെ വയസ്സിൽ ഐറിഷ് പൈറേറ്റ്സുകൾ അദ്ദേഹത്തിനെ അയർലൻഡിലേക്ക് പിടിച്ചുകൊണ്ട് വന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം പാമ്പുകളെ അടിച്ചോടിച്ചുവെന്നും ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റിയെ വളർത്താൻ ഒരുപാടധികം സഹായിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അയർലൻഡ് പാമ്പുകളില്ലാത്ത രാജ്യമാണെന്നുള്ളത് പരമസത്യമാണ് കേട്ടോ. മാർച്ച് 17 സെൻറ്റ് പാട്രിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. 1952 സെൻറ്റ് പാട്രിക് ഡേയുടെ ദിവസം ജോൺ ഹെരൻ എന്ന ഐറിഷ് അംബാസഡർ വാഷിങ്ടണിലെത്തുകയും അദ്ദേഹം ഷംറോക്ക് ഒരു ചെറിയ ബോക്സിലാക്കി വൈറ്റ് ഹൗസിലേക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഓർമ്മ പുതുക്കാനായിട്ട് എല്ലാ വർഷവും സെൻറ്റ് പാട്രിക് ഡേയുടെ അനുബന്ധിച്ച് ഐറിഷ് പ്രധാനമന്ത്രി ഇതുപോലൊരു ഗിഫ്റ്റ് അമേരിക്കൻ പ്രസിഡൻറ്റിന് കൊടുക്കാറുണ്ട്. അത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സാഹോദര്യത്തെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. സെൻറ്റ് പാട്രിക് ഡേ ആഘോഷിക്കുന്നവർ പച്ച വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ള ലോകമെമ്പാടും. ഷംറോക്ക് എന്ന പേരുള്ള ആ കുഞ്ഞൻ ചെടി തന്നെയായിരുന്നു അതിന് കാരണം. 3 തലങ്ങളുള്ള ആ ഇലയെ ഉയർത്തിക്കാട്ടി സെൻറ്റ് പാട്രിക് ട്രിനിറ്റി ഓഫ് ക്രിസ്ത്യാനിറ്റിയെ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു: വിച്ച് ഈസ് ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. എപ്പോഴും പറയാറുള്ള പോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.